ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് 1 kg വെയിറ്റ് വരുന്ന ഒരു നട്ടി ബബിൾ കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൻ്റെ മേലെയായിട്ട് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3/4 കപ്പോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറോ ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമ്മളൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നനവൊട്ടും ഇല്ലാത്തൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്നങ്ങ് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഒന്നങ്ങ് പതിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. പൊടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 കപ്പ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര നമ്മൾ എടുക്കുമ്പോൾ ചെറിയ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര എടുക്കുക. വലിയ തരികളാണെങ്കിൽ നമ്മൾ പൊടിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ട് ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ പാലൊരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറിൽ നിന്നും 1 ടീസ്പൂൺ ഫ്ലോർ എടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. അതായത് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ പാലും അതുപോലെ തന്നെ ഓയിലും ഡയറക്റ്റായിട്ട് ഈ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതുപോലെ ആട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാലൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക, മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊങ്ങി വന്നിട്ടുള്ള എഗ്ഗിൻ്റെ ഒരു ബാറ്ററി താഴ്ന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിഞ്ഞ് പൊങ്ങി വന്നിട്ടുള്ള ആ ഒരു എഗ്ഗിൻ്റെ കൺസിസ്റ്റൻസി അതുപോലെ തന്നെ ഉണ്ടാകും, ഒട്ടും താഴ്ന്നു പോകത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 3-4 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വിസ്കോ അതുപോലെ സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് പതിയെ ഇതുപോലെ വേണം മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഒരുപാട് സ്പീഡിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ഒരു കൺസിസ്റ്റൻസി താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് കേക്ക് അത്ര തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ അവസാനത്തെ ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്സാക്കി എടുക്കുമ്പോൾ കട്ടയൊന്നും കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ. അത് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടില്ല, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബാറ്റർ ഉണ്ടാവാനായിട്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാറ്റർ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് പൊങ്ങി കിട്ടും. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെയിറ്റ് ഇടാതെ അടച്ച് വെച്ചിട്ടൊരു 30 to 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 35 മിനിറ്റിന് ശേഷം നമുക്ക് കേക്ക് ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകൾ വശം ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുക്കറിലേക്ക് കേക്കിനെ ഇറക്കി വെച്ച് അടച്ച് വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ തന്നെ ആയിരുന്നു അതുണ്ടായിരുന്നത്. അതാണ് കേക്കിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പീനട്ട്സും കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ടും കേക്കിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നതിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിവിടെ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടെ കട്ട് ചെയ്തും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഫില്ലിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ടേൺ ടേബിളിന് മേലെയായിട്ട് നമ്മളൊരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ബേസിന് മേലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിലേക്ക് 2 ടീസ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് മേലായിട്ട് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നങ്ങ് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് ക്രീമാണ് കേട്ടോ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് മേലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ മിൽക്ക് മെയ്ഡ് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മേലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിന് മേലായിട്ടും നട്ട്സും ചോക്ലേറ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മൾ കേക്കിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ലാസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നങ്ങ് ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. അതിനുശേഷമാണ് നമ്മളിതിന് മേലായിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള കേക്കാണ്. ഇനി ഇതിൻ്റെ മേലായിട്ട് നമുക്ക് ഫൈനൽ കോട്ടിന് വേണ്ടിയിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലുള്ള ഒരു കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നത്. കാർഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാർഡ് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്നെങ്കിൽ ലെവലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാലറ്റ് നൈഫ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെയുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, മുഴുവനായിട്ട് തുടച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചെറുതായിട്ട് നനവോട് കൂടി തന്നെയാണ് ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പതിയെ വേണം ടച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് പതിയെ നട്ട്സ് വെച്ച ഭാഗമൊക്കെ ഒന്ന് പതിയെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ക്രീമിൽ തന്നെ പറ്റി പിടിച്ചിട്ട് താഴേക്ക് വീണ് പോകത്തില്ല. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡിലൊക്കെ നട്ട്സ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള ബബിൾസ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഇനി നമുക്കിതിൻ്റെ മേലായിട്ട് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റിൻ്റെ പൊടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കിട്ടുകയും ചെയ്യും. നല്ല വൃത്തിക്ക് നല്ല ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ബബിൾസ് വരച്ചു കൊടുത്തതിന് മേലേക്കായിട്ട് ഇതുപോലെ വീണ്ടും ഓരോരോ ബബിൾസും കൂടെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെറ്റി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെക്കണം. അതല്ല ഓവർനൈറ്റൊക്കെ വെക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.